ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. വെളിപാട് ഗ്രന്ഥത്തിൽ 19-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന വെളുത്ത കുതിരപ്പുറത്ത് കയറി വരുന്ന ആ ക്രിസ്തുവിനെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ, ചരിത്രത്തെ സംബന്ധിച്ച ദൈവത്തിൻ്റെ പദ്ധതികൾ, അത് യാഥാർത്ഥ്യമാകുന്നതിൻ്റെ അവസാന ഘട്ടമാണ് ഇവിടെ വിവരിക്കപ്പെടുന്നത്. വെളുത്ത കുതിരപ്പുറത്തിരിക്കുന്നവൻ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തന്നെയാണ് എന്ന് നമ്മൾ കാണുന്നു. ചരിത്രത്തിൻ്റെ ആദ്യ ഘട്ടം 6-ാം അധ്യായത്തിൽ വിവരിക്കുന്ന ആദ്യ ഘട്ടത്തിൽ ഈ വെളുത്ത കുതിരപ്പുറത്തിരിക്കുന്നവനെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ തുടങ്ങുന്ന ആ യാത്ര, വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നവൻ്റെ ആ യാത്രയുടെ അവസാന രംഗത്താണ് നമ്മുടെ എത്തിച്ചേർന്നിരിക്കുക. അപ്പോൾ തിന്മകളെല്ലാം ഉന്മൂലനം ചെയ്ത് ദൈവരാജ്യം യാഥാർത്ഥ്യമാക്കുന്ന ഇവിടെ വിവരിക്കുന്നു. അപ്പോൾ അവിടുന്ന് തിന്മകളെല്ലാം ഇല്ലായ്മ ചെയ്യുന്നവനാണ്. അവിടുന്ന് ഈ തിന്മകളെല്ലാം ഇല്ലായ്മ ചെയ്യുന്നതിന് പ്രതീകമായിട്ട് മുന്തിരിച്ചക്ക് ചവിട്ടുന്നതായിട്ട് അവിടെ കാണുന്നു. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയിരുന്നു. നമുക്കൊന്നുകൂടി ആ വാക്യത്തിലേക്ക് കടക്കാം. 15-ാമത്തെ വാക്യം: ജനതകളെ വെട്ടുവീഴ്ത്താൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. ഇരുമ്പ് ദണ്ടുകൊണ്ട് അവൻ അവരെ മേയ്ക്കും. സർവശക്തനായ ദൈവത്തിൻ്റെ ഉഗ്രക്രോധത്തിൻ്റെ മുന്തിരിച്ചക്ക് അവൻ ചവിട്ടുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ ഉഗ്രക്രോധത്തിൻ്റെ മുന്തിരിച്ചക്ക്, അപ്പോൾ ആ ക്രോധത്തിൻ്റെ അർത്ഥം എന്തെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അപ്പോൾ ദൈവത്തിൻ്റെ ക്രോധം എന്ന് പറയുന്നത് മനുഷ്യകുലത്തിനെതിരെയുള്ള ദൈവത്തിൻ്റെ ആ ഒരു മനോഭാവമല്ല, അത് തിന്മയ്ക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ഇടപെടലാണ്. അപ്പോൾ ക്രോധം എന്ന് പറയുന്നത് തിന്മയ്ക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ. അപ്പോൾ തിന്മയ്ക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലനിൽക്കുവാൻ യാതൊരു അവകാശവുമില്ല. അപ്പോൾ ആ തിന്മയെ ഇല്ലായ്മ ചെയ്ത് തൻ്റെ ജനത്തെ താൻ വാഗ്ദാനം ചെയ്ത ആ രാജ്യത്തേക്ക് അവിടെ നിന്ന് ആനയിക്കുന്നതാണ് ഇവിടെ വിവരിക്കുന്നത്. ഇനി മുന്തിരിച്ചക്ക് അവൻ ചവിട്ടും എന്ന് പറയുമ്പോൾ ഉള്ള പ്രതീകത്തിൻ്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറുതായിട്ട് കണ്ടിരുന്നു. മുന്തിരിച്ചക്ക് ചവിട്ടുക, അത് പഴയ നിയമത്ത് കാലത്ത് മുന്തിരി ഫലം അത് പിഴിഞ്ഞ് അത് അതിൻ്റെ സത്ത് എടുക്കുന്നത്, അതിൻ്റെ വീഞ്ഞ് എടുക്കുന്നതിൻ്റെ ആ ഒരു പ്രതീകം തന്നെയാണ്. അപ്പോൾ ചവിട്ടി മെതിക്കുന്ന ഒരു പ്രതീകം, അത് പഴയ നിയമത്തിൽ പലയിടങ്ങളിലും പ്രവാചകന്മാർ ദൈവത്തിൻ്റെ ആ ശത്രുക്കളെതിരെയുള്ള ഇടപെടലിനെ സൂചിപ്പിക്കുവാനായിട്ട് ഈ പ്രതീകം ഉപയോഗിക്കുന്നുണ്ട്. പല പ്രവാചക ഗ്രന്ഥങ്ങളിലും അത് നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണം, ഏശയ്യായുടെ പുസ്തകത്തിൽ, ജെറമ്യായുടെ പുസ്തകത്തിൽ 51-ാം അധ്യായം, വിലാപ ഗ്രന്ഥത്തിൽ, ജോയലിൻ്റെ പുസ്തകത്തിലൊക്കെ പലയിടത്തും ഇത് കാണുന്നുണ്ട്. ഇപ്പോൾ ഏശയ്യ 63:3 ഇപ്രകാരം പറയുന്നു: എൻ്റെ മുന്തിരിച്ചക്ക് ഞാൻ ഒറ്റയ്ക്ക് ചവിട്ടി, ക്രോധത്തിൽ ഞാൻ അവരെ മെതിച്ചു, അവരുടെ ജീവരക്തം എൻ്റെ മേലങ്കിയിൽ പതിച്ചു. രക്തസാക്ഷികളുടെ നിലവിളിക്കും വിശുദ്ധരുടെ പ്രാർത്ഥനയ്ക്കും ദൈവം കൊടുക്കുന്ന മറുപടിയായി ഈ വിധിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ തൻ്റെ ജനത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇടപെടലാണ് ഇവിടെ കാണുക. ഇനി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ വീഞ്ഞിൻ്റെ ആ ഒരു പ്രതീകം, അതിന് മറുവശം കൂടിയുണ്ട്. ബാബിലോണിനെ കുറിച്ച് സൂചിപ്പിക്കുമ്പോഴും ഈ ഒരു വീഞ്ഞിൻ്റെ പ്രതീകം എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ബാബിലോൺ ജനതകളെ ദുർവൃത്തിയുടെയും ഭോഗാസക്തിയുടെയും വീഞ്ഞ് കുടിപ്പിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 14-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ, 18-ാം അധ്യായത്തിലും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ആ ദുർവൃത്തിയുടെ ഭോഗാസക്തിയുടെ വീഞ്ഞ് കുടിപ്പിക്കുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അന്നുണ്ടായിരുന്ന ആ റോമൻ സാമ്രാജ്യത്തിൻ്റെ ആ വ്യവസ്ഥിതികളിലേക്ക്, അവരുടെ മൂല്യങ്ങളിലേക്ക് ജനതകളെ വ്യാമോഹിപ്പിച്ച് ആകർഷിക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ റോമൻ സാമ്രാജ്യം ജനതകളെ സൈനിക ശക്തിയാലും വാണിജ്യ സാധ്യതകളാലും വ്യാമോഹിപ്പിച്ച്
അതിൻ്റെ തിന്മയുടെ വ്യവസ്ഥിതികളിലേക്ക് ആകർഷിക്കുന്നു. അപ്പോൾ ഇതിനെ സൂചിപ്പിക്കുവാനായിട്ടും ഈ ഭോഗാസക്തിയുടെ വീഞ്ഞ് ആയിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്യവസ്ഥിതികളെ സ്വീകരിക്കാത്ത ദൈവജനത്തെ പീഡിപ്പിക്കുന്ന ബാബിലോണിനെ ഇനി ഇതേ ഒരു പ്രതീകം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ശിക്ഷിക്കുന്നതായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നു. അപ്പോൾ ബാബിലോണിനെ വിശുദ്ധരുടെ രക്തം കുടിക്കുന്നവളായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്, 17-ാം അധ്യായത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വിശുദ്ധരുടെ രക്തം കുടിക്കുന്നവൾ ആണ് എങ്കിൽ ഈ വീഞ്ഞും ഭോഗാസക്തിയും എന്നൊക്കെയുള്ള വാക്കുകളെടുത്ത് വീഞ്ഞ് എന്ന് പറയുന്ന ആ പദപ്രയോഗമൊക്കെ എടുത്ത് ദൈവത്തിൻ്റെ വിധിയുടെ ചിത്രം എഴുതപ്പെടുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വിധി, കോപം ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് മുന്തിരിച്ചക്കിൽ ചവിട്ടപ്പെടുന്നതായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നു. അപ്പോൾ വെളിപാടിൽ ഒരേ പ്രതീകം തന്നെ പലപ്പോഴും 2 വ്യത്യസ്ത ചിത്രങ്ങൾ അവതരിപ്പിക്കുവാനായിട്ട്, ഭാവങ്ങൾ അവതരിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ അവിടെ ഭോഗസക്തിയുടെ വീഞ്ഞാണെങ്കിൽ ഇവിടെ ദൈവം അവരെ ശിക്ഷിക്കുന്ന ശിക്ഷയായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നു. ഇനി നമുക്ക് തുടർന്ന് ഉള്ള ഭാഗത്തേക്ക് കടക്കാം. 16-ാമത്തെ വാക്യം, അവന് മേലങ്കിയിലും തുടയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട്, രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും. നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിരുന്ന അവന് ആർക്കും അറിയാത്ത ഒരു നാമമുണ്ട് എന്ന് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിന് ഉത്തരമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു, അവൻ മേലങ്കിയിലും തുടയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട്. ഇപ്പോൾ ഇവിടെ പശ്ചാത്തലം കുതിരപ്പുറത്ത് കയറി വരുന്നവൻ്റെ ഒരു ചിത്രം തന്നെയാണ്. അപ്പോൾ കുതിരപ്പുറത്ത് കയറി ശത്രു സൈന്യത്തിനെതിരെ തൻ്റെ സൈന്യത്തെ നയിച്ചുകൊണ്ട് മുന്നേറുന്ന പടനായകൻ്റെ ഒരു ചിത്രം. അപ്പോൾ അവിടെ അവൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുക. ഇനി ഇവിടെ തുടയിലും മേലങ്കിയിലും എന്ന് പറയുമ്പോൾ 2 സ്ഥലത്ത് എഴുതിയിരിക്കുന്ന പേര് എന്നല്ല മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് തുടയുടെ മേല്, അപ്പോൾ കുതിരപ്പുറത്ത് ഇരിക്കുമ്പോൾ തുടഭാഗത്താണ് ആ മേലങ്കിയുടെ ഒരു ഭാഗം വീഴുക. അപ്പോൾ എല്ലാവർക്കും ദൃശ്യമാകുന്ന വിധത്തിൽ ആ മേലങ്കിയിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നാകാം ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി വേറൊന്നുള്ളത്, തുടയിൽ എന്ന് പറയുമ്പോൾ അത് പടനായകൻ്റെ വാള് കിടക്കുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ അത് ആ അക്രമത്തെ, ആ യുദ്ധത്തെ സൂചിപ്പിക്കുവാനും വേണ്ടി കൂടിയായിരിക്കാം ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ നാമം മേലങ്കിയിലും തുടയിലുമുള്ള, അതായത് എല്ലാവരും കാണുന്ന വിധത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ആ നാമം. ഇനി ആ നാമം എന്താണ്? രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആ സാർവലൗകിക അധികാരവും ദൈവത്വവും ഇവിടെ എടുത്തു കാട്ടുന്നു. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ പ്രയോഗം രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും എന്നത് അത് പഴയ നിയമത്തിൽ കർത്താവായ ദൈവത്തിന് യാഹ്വേക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു വിശേഷണം തന്നെയാണ്. അത് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ, അത് സപ്തതിയിൽ 4:37, പിന്നെ 2 മക്കബായർ 13:7, നിയമാവർത്തനം 10:17 ഇവിടെ കർത്താവായ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന പേര് തന്നെയാണ്. ഇനി ഇത് തന്നെ യേശുവിന് 17-ാം അധ്യായത്തിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥൻ, അപ്പോൾ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന അതേ വിശേഷണം തന്നെ ഇവിടെ ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്നതായിട്ട് കാണുന്നു. ഇനി ഈ പേര് ഇത് രാജാക്കന്മാർക്ക് അക്കാലങ്ങളിൽ പല രാജ്യങ്ങളിലും അവിടെയുള്ള രാജാക്കന്മാർ കൊടുത്തിരുന്ന പേരാണ്. ഈ ബാബിലോണിയൻ ഭരണാധികാരിക്ക്, പേർഷ്യൻ ഭരണാധികാരിക്ക്, അതുപോലെ തന്നെ പാർത്തിയൻ സൈന്യാധിപനൊക്കെ കൊടുത്തിരുന്ന പേര് തന്നെയാണ്. അപ്പോൾ ആ ഒരു പേര് തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വിശേഷണം യേശുവിന് കൊടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ ക്രിസ്തു തന്നെയാണ് എന്ന് ഇവിടെ പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ ക്രിസ്തു തൻ്റെ ജനത്തെ ശത്രുക്കളിൽ നിന്ന് വീണ്ടെടുത്ത് ദൈവരാജ്യം സ്ഥാപിക്കുന്നു. അപ്പോൾ അവിടെ നിന്നാണ് രാജാക്കന്മാരുടെ രാജാവെങ്കിൽ എല്ലാ രാജാക്കന്മാരെയും അവിടുന്ന് തോൽപ്പിക്കും. ഇനി അവിടുന്ന് തോൽപ്പിച്ച് പുതിയ ഒരു ജെറുസലം ഇവിടെ യാഥാർത്ഥ്യമാക്കും. ഇനി
ഈ പുതിയ ജെറുസലമിലേക്ക് അവിടുന്ന് തൻ്റെ ജനത്തെ ആനയിക്കും. പക്ഷേ ജനത്തെ ആനയിക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത 21-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ രാജാക്കന്മാരെ തോൽപ്പിക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അവിടെ പറയുന്നു ഈ രാജാക്കന്മാർ ഈ പുതിയ ജെറുസലമിലേക്ക് കടന്നു വരുന്നതായിട്ട് അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ രാജാക്കന്മാരുടെ രാജാവായ ക്രിസ്തു എല്ലാവരെയും തോൽപ്പിക്കുമ്പോൾ അത് തിന്മയുടെ ശക്തികളിൽ നിന്നും അവരെ വിടുവിക്കുന്നു എന്നായിരിക്കാം അത് അർത്ഥമാക്കുന്നത്. അവരെ നിത്യനാശത്തിലേക്ക് പറഞ്ഞു വിടുകയൊന്നുമല്ല ചെയ്യുന്നത്. എല്ലാവരുടെ രക്ഷയാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ വെളിപാടിൻ്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ ഈ തിന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന ആ ശക്തികളെല്ലാം ജനതകളും രാജാക്കന്മാരും എല്ലാം വീണ്ടും ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വെളിപാടിൽ ഈ തിന്മയുടെ കൂടെ നിൽക്കുന്നവരുടെ നാശമല്ല ആഗ്രഹിക്കുക, അവരുടെ രക്ഷ തന്നെയാണ്. അപ്പോൾ അവരെ തോൽപ്പിക്കുമെന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അവരെയൊക്കെ പിടിമുറുക്കിയിരിക്കുന്ന ആ തിന്മയുടെ ശക്തികളെയെല്ലാം ഉന്മൂലനം ചെയ്യുക എന്നായിരിക്കാം അവിടുന്ന് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആരാധന സമൂഹവും ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? അവർ ഈ ചരിത്രത്തിൽ സന്നിഹിതമായിരിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ ശക്തി തിരിച്ചറിയുക. ഇപ്പോൾ പ്രപഞ്ചത്തിൽ ഭരണം നടത്തുന്ന റോമൻ ചക്രവർത്തിയൊന്നുമല്ല, ഒരു നാട്ടുരാജാക്കന്മാരുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്, അവരുടെ പിന്നാലെയല്ല പോകേണ്ടത്. അവർ വച്ച് നീട്ടുന്ന ആ വ്യാമോഹങ്ങളും വശീകരണങ്ങളുമൊക്കെ ഇവരെ വഴിതെറ്റിക്കരുത്. അപ്പോൾ അതിൽ നിന്നെല്ലാം അകന്ന് യഥാർത്ഥ രാജാക്കന്മാരുടെ രാജാവായ നാഥന്മാരുടെ നാഥനായ ആ ക്രിസ്തുവിനെ തങ്ങളുടെ നാഥനായിട്ട് തിരിച്ചറിഞ്ഞ് ആ ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളാനായിട്ടാണ് ആരാധന സമൂഹം വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം ഈ ക്രിസ്തുവിനെ അവതരിപ്പിക്കുമ്പോൾ അത് ആരാധന സമൂഹത്തിന് നൽകുന്ന സന്ദേശം തന്നെയാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഈ തിന്മയുടെ ആ ഒരു വ്യവസ്ഥിതിയിലായിരിക്കുമ്പോൾ അവരൊക്കെ വഴിതെറ്റി പോകുമ്പോൾ, ആ വ്യാമോഹത്തിലൊക്കെ പെട്ട് അവർ വഴിതെറ്റി പോകുമ്പോൾ അവരൊക്കെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഗ്രന്ഥകാരൻ ഇവിടെ ഈ വിവരണങ്ങളൊക്കെ അവതരിപ്പിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഭരണം നടത്തുന്ന ക്രിസ്തുവാണെങ്കിൽ ക്രിസ്തുവിനെയാണ് അവർ പിൻചെല്ലേണ്ടത്. അപ്പോൾ ഈ ഒരു വിവരണത്തിലൂടെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പ്രപഞ്ചത്തിൽ തിന്മയുടെ ശക്തികളെല്ലാം പടിപടിയായിട്ട് ഉന്മൂലനം ചെയ്ത് ദൈവരാജ്യം സ്ഥാപിക്കുന്ന തൻ്റെ ജനത്തിനായിട്ട് ദൈവിക വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുന്നത് ആയിട്ട് ഇവിടെ വിവരിച്ചിരിക്കുന്നു. ഇനി തുടർന്നുള്ള ഭാഗം 17 മുതൽ ഉള്ള ഭാഗം, അത് ഈ യേശുവിൻ്റെ സുനിശ്ചിതമായിട്ടുള്ള വിജയം തന്നെയാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്നത്. ഇപ്പോൾ 17 മുതൽ 21 മുതലുള്ള ഭാഗത്ത് നിർണായകമായിട്ടുള്ള യുദ്ധത്തെക്കുറിച്ചാണ് പറയുക. ഇപ്പോൾ മഹാവിരുന്നിൻ്റെ ആ ഒരു പ്രതീകം നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അത് കുഞ്ഞാടിൻ്റെ ആ വിവാഹത്തിൽ പങ്കുചേരുന്നവർ, ആ വിവാഹ വിരുന്നിൽ പങ്കുചേരുന്നവരെ കുറിച്ച് അവിടെയൊക്കെ പറയുന്നു. ഇനി അതിന് വിപരീതമായിട്ട് വേറൊരു വിരുന്നിനെക്കുറിച്ച് പറയുന്നു, ദൈപ്പിനോൺ. രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. കുഞ്ഞാടിൻ്റെ വിരുന്ന്, പിന്നെ അതുപോലെ തന്നെ ഒരു തിന്മയുടെ ശക്തികൾ ഒക്കെ എല്ലാം പക്ഷികളും എല്ലാം അവരെ കൊത്തി വലിക്കുന്ന ആ ഒരു ഭക്ഷണത്തെക്കുറിച്ച്, വിരുന്നിനെക്കുറിച്ചൊക്കെ പറയുന്നു. അപ്പോൾ ഇവിടെ തിന്മയുടെ ശക്തികളെ ഉന്മൂലനം ചെയ്യുന്നത് വിവിധ പ്രതീകങ്ങളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുക. അപ്പോൾ ഇവിടെ അവരെയൊക്കെ വഴിതെറ്റിക്കുന്ന വ്യാജപ്രവാചകനും ആ മൃഗവുമെല്ലാം ഉന്മൂലനം ചെയ്യപ്പെടുന്നത് വിവരിച്ചിരിക്കുന്നു. 17-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. അനന്തരം സൂര്യനിൽ നിൽക്കുന്ന ഒരു ദൂതനെ ഞാൻ കണ്ടു. അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും വലിയ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, വരുവിൻ ദൈവത്തിൻ്റെ മഹാവിരുന്നിന്. ഇപ്പോൾ ഇവിടെ ഒരു വിരുന്നിനെക്കുറിച്ച് തന്നെ പറയുന്നു. പക്ഷേ അതിൻ്റെ അർത്ഥം നാം നേരത്തെ കണ്ടതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി ഇവിടെ ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നതായിട്ട് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇതിനു മുമ്പും നമ്മൾ ദൂതനെ കാണുന്നുണ്ട്. 4 കോണുകളിലും, ഭൂമിയുടെ 4 കോണുകളിൽ നിൽക്കുന്ന ദൂതനെ 7-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കടലിലും കരയിലും നിൽക്കുന്ന ദൂതനെ കാണുന്നുണ്ട്.
ഇനി ഇവിടെ ദൂതൻ സൂര്യനിൽ നിൽക്കുന്നതായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ സൂര്യനിൽ നിൽക്കുന്ന ദൂതനായതുകൊണ്ട് ചിലർ ഈ ദൂതൻ ക്രിസ്തുവാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ കുഞ്ഞാടിൻ്റെ പ്രതീകമായിട്ട് കണ്ട് തിന്മയെ നശിപ്പിക്കുന്ന ആ ഒരു പ്രഖ്യാപനമായിട്ട് ഇതിനെ കാണുന്നു. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ആ മഹാവിരുന്നിൻ്റെ പ്രതീകം, വിശ്വാസികൾ കുഞ്ഞാടിൻ്റെ ആ വിവാഹ വിരുന്നിൽ പങ്കുചേരുന്നതിൻ്റെ നേർ വിപരീതമാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന മഹാവിരുന്ന്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 39-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിൽ യുദ്ധഭൂമിയിൽ സദ്യയ്ക്കായിട്ട് പക്ഷികളെയുമെല്ലാം വിളിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചിത്രം തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 39-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. മനുഷ്യപുത്ര, ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, എല്ലാത്തരം പക്ഷികളോടും വയലിലെ മൃഗങ്ങളോടും പറയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന യാഗവിരുന്നിനായി എല്ലാ ഭാഗത്തു നിന്നും കൂട്ടമായി വരിക. ഇസ്രായേൽ മലകളിലെ ഏറ്റവും വലിയ യാഗവിരുന്നാണിത്. നിങ്ങൾ മാംസം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യും. ഭൂമിയിലെ ശക്തന്മാരുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കും, പ്രഭുക്കന്മാരുടെ രക്തം കുടിക്കും. ഭാഷാനിലെ തടിച്ചു കൊഴുത്ത കാളകൾ, മുട്ടാടുകൾ, ആടുകൾ, കോലാടുകൾ എന്നിവയുടെ രക്തം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന യാഗവിരുന്നിൽ നിങ്ങൾ തൃപ്തരാവോളം മേധസ് ഭക്ഷിക്കുകയും മത്ത് പിടിക്കുവോളം രക്തം കുടിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ യുദ്ധത്തിൻ്റെ ഒരു ചിത്രം തന്നെയാണ് അവതരിപ്പിക്കുക. അപ്പോൾ യുദ്ധത്തിൽ തോറ്റു വീഴുന്നവരുടെ ആ ശവശരീരങ്ങൾ അതൊക്കെ കൊത്തിവലിക്കുന്ന ആ പക്ഷികളെയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രതീകം എടുത്തുകൊണ്ട് തിന്മയുടെ ശക്തികളെ ഉന്മൂലനം ചെയ്യുന്നതാണ് ഗ്രന്ഥകാരൻ ഇവിടെ അവതരിപ്പിക്കുക. ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന ആ ദൂതൻ്റെ ചിത്രം 18-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്ന ആ ദൂതൻ്റെ ചിത്രവുമായിട്ട് അല്പം സാമ്യമുള്ളതാണ്. 18-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഇതിന് ശേഷം സ്വർഗത്തിൽ നിന്ന് വേറൊരു ദൂതൻ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവന് വലിയ അധികാരമുണ്ടായിരുന്നു. തുടർന്ന് 2-ാം വാക്യത്തിൽ അവൻ ശക്തമായ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, വീണു, മഹാബാബിലോൺ വീണു, അവൾ പിശാചുക്കളുടെ വാസസ്ഥലവും സകല അശുദ്ധാരൂപികളുടെയും പക്ഷികളുടെയും അശുദ്ധവും ഭീബത്സവുമായ സകല മൃഗങ്ങളുടെയും താവളവുമായി. അപ്പോൾ ഇവിടെ 18-ാം അധ്യായത്തിലും 19-ാം അധ്യായത്തിലും ദൂതന്മാരെ അവതരിപ്പിക്കുമ്പോൾ അവിടെ രണ്ടിടത്തും വിധിയെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തേതിൽ ബാബിലോണിൻ്റെ പതനം വിവരിക്കുന്നു. ഇവിടെയാണെങ്കിൽ ബാബിലോണിൻ്റെ കൂട്ടാളികളായ ആ മൃഗത്തിൻ്റെയും പ്രവാചകൻ്റെയും പതനമാണ്. അപ്പോൾ ഇവരാണ് ഈ ദൈവജനത്തെ വഴിതെറ്റിക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ രണ്ടിലും സമാനമായിട്ടുള്ള സൂചനകൾ നമ്മൾ കാണുന്നു. ഇന്നിവിടെ അവതരിപ്പിച്ചിരിക്കുന്ന ആ ചിത്രം ഒരു മഹാവിരുന്നിൻ്റെ ചിത്രം, രാജാക്കന്മാരുടെ മാംസവും എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ചിരിക്കുന്ന ആ ഒരു ചിത്രം. അപ്പോൾ ഈ ഭൂമിയിലുള്ള സകലരുടെയും, അതായത് തിന്മയുടെ കൂടെ നിൽക്കുന്ന സകലരെയുമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. എസെക്കിയേൽ 39:18 വിവരിക്കുന്നതിന് സമാനം തന്നെയാണ്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന പട്ടികയിൽ, അവിടെ കൊടുത്തിരിക്കുന്ന പട്ടികയിലുള്ള പേരുകൾ ഒക്കെ ഇവിടെ കാണാം. നമ്മൾ ഈ ഒരു പട്ടികയിലെ പേരുകൾ നമ്മൾ വെളിപാട് 6-ാം അധ്യായത്തിൽ 6-ാമത്തെ മുദ്ര തുറക്കുമ്പോൾ കാണുന്നുണ്ട്. 15-ാമത്തെ വാക്യം മുതൽ ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന പ്രയോഗങ്ങൾ 2 വ്യത്യസ്ത ഗ്രൂപ്പുകളെ അവിടെ അവതരിപ്പിക്കുന്നു. അപ്പോൾ അത് ഭൂമിയിലുള്ള സർവരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ ഒരു പ്രയോഗം വരുന്നത്. 15-ാമത്തെ വാക്യം വെളിപാട് 6:15 ഭൂമിയിലെ രാജാക്കന്മാരും പ്രമുഖരും സൈന്യാധിപരും ധനികരും പ്രബലരും അടിമകളും സ്വതന്ത്രരും ഒക്കെ. അപ്പോൾ സകലരെയും ഉൾക്കൊള്ളുന്ന ഒരു പട്ടികയാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിന് സമാനമായിട്ടുള്ള പട്ടിക തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അന്നത്തെ ആ വ്യവസ്ഥിതി മുഴുവനാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ അന്നത്തെ ആ തിന്മയുടെ കൂടെ നിൽക്കുന്ന ആ ജനസമൂഹത്തെ മുഴുവൻ അവിടെ അവതരിപ്പിക്കുന്നു.
രാജാക്കന്മാരും പ്രബലരും ഒക്കെ അവിടെ വീഴുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോൾ 6-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം ഈ പ്രബലരെയും രാജാക്കന്മാരെയും അടിമകളെയും ഒക്കെ അവതരിപ്പിക്കുമ്പോൾ അവസാനം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ആർക്കാണ് നിൽക്കുവാൻ സാധിക്കുക? ഇപ്പോൾ നമ്മളവിടെ സൂചിപ്പിച്ചായിരുന്നു, പഴയ പരിഭാഷയിൽ ആർക്ക് ചെറുത്തു നിൽക്കാൻ സാധിക്കുമെന്നല്ല, ആർക്ക് നിൽക്കുവാൻ സാധിക്കും എന്നാണ് ചോദ്യം. ആർക്ക് നിൽക്കുവാൻ സാധിക്കും? അത് 5-ാമത്തെ അധ്യായവുമായിട്ട് ബന്ധിപ്പിക്കണം. കൊല്ലപ്പെട്ടത് നിൽക്കുന്ന ആ കുഞ്ഞാടിൻ്റെ കൂടെ ആർക്ക് നിൽക്കാൻ സാധിക്കും? അതായത് അവിടുത്തെ ഉദ്ധാനത്തിൽ പങ്കുചേരാൻ സാധിക്കും എന്നാണ് അവിടുത്തെ ചോദ്യം. ഇനി ഇവിടെയാണെങ്കിൽ അവരെല്ലാവരും അവസാനം വീഴുന്നത് ആണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ തിന്മയിൽ തുടരുന്ന, തിന്മയോടൊപ്പമായിരിക്കുന്ന എല്ലാവരും അവസാനം നിലം പതിക്കുന്നതും ആണ് ഇവിടെ അവതരിപ്പിക്കുക. അപ്പോൾ തിന്മയുടെ കൂടെ നിൽക്കുന്നവർക്ക് ശാശ്വതമായിട്ടില്ല, നിലനിൽപ്പില്ല. അവരൊക്കെ യുദ്ധത്തിൽ പരാജയപ്പെടും എന്ന് വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നു. അപ്പോൾ ക്രിസ്തു തൻ്റെ നിർണായക യുദ്ധത്തിൽ ഇവരെയെല്ലാം തോൽപ്പിക്കുന്നത് വിവരിക്കുന്നു. ഇനി 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അപ്പോൾ അശ്വാരൂഢനോടും അവൻ്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യാൻ മൃഗവും ഭൂമിയിലെ രാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ച് കൂടിയിരിക്കുന്നത് ഞാൻ കണ്ടു. ഇപ്പോൾ ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുവാനായിട്ട് ഭൗമിക ശക്തികളെല്ലാം ഒന്നിക്കുന്നു. അപ്പോൾ തങ്ങൾക്ക് ഈ ദൈവിക ശക്തികളെല്ലാം കീഴ്പ്പെടുത്താൻ സാധിക്കുമെന്നുള്ള ഒരു മൂഢവിശ്വാസം, അതായത് ഈ ദൈവിക ശക്തികളെല്ലാം ഉന്മൂലനം ചെയ്ത് തങ്ങൾക്ക് ആ സ്ഥാനം കീഴടക്കാൻ സാധിക്കും എന്നുള്ള മൂഢവിശ്വാസം. ഇത് ഇപ്പോഴുള്ള കഥയല്ല, ഇത് പ്രപഞ്ച ചരിത്രത്തിൻ്റെ ആരംഭം മുതലുള്ള ചിത്രം തന്നെയാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ ബാബേൽ ഗോപുരത്തിൻ്റെ വിവരണം നമ്മൾ ഓർക്കുന്നുണ്ടാകും. അപ്പോൾ ബാബേൽ ആ ഗോപുരത്തിൻ്റെ ചിത്രീകരണത്തിൽ പറയുന്നുണ്ട്, ആകാശം മുട്ടയുള്ള ഒരു ഗോപുരം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആകാശം മുട്ടയുള്ള എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? ആകാശം അത് ആരുടെ വാസസ്ഥലമാണ്? ദൈവത്തിൻ്റെ വാസസ്ഥലമാണ്. അപ്പോൾ ആകാശം മുട്ടയുള്ളതെന്ന് പറയുമ്പോൾ ആ ദൈവത്തെ തൻ്റെ സിംഹാസനത്തിൽ നിന്ന് പുറത്ത് ചാടിച്ച് ആ സിംഹാസനം കൈവശമാക്കുവാനായിട്ട് ശ്രമിക്കുന്ന ആ മനുഷ്യകുലത്തെയാണ് അവതരിപ്പിക്കുക. അതുതന്നെയാണ് ഇവിടെ ഇപ്പോഴും ജനങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ തിന്മയുടെ ശക്തികൾ ചിന്തിക്കുന്നത് അവർക്ക് ദൈവത്തിൻ്റെ സ്ഥാനം കൈവശപ്പെടുത്തുവാൻ സാധിക്കുമെന്നാണ്. പക്ഷേ ആ സൈന്യങ്ങളെയെല്ലാം അവരെയെല്ലാം തോൽപ്പിക്കുന്നത് നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ സങ്കീർത്തനം 2:1 മുതലുള്ള ഭാഗത്ത് ജനതകളും രാജാക്കന്മാരും കർത്താവിനും അഭിഷിക്തനെതിരായി ഗൂഢാലോചന നടത്തുന്നതും ദൈവത്തിൻ്റെ രാജാവ് അവരെ ഇരുമ്പ് ദണ്ടുകൊണ്ട് കീഴ്പ്പെടുത്തുന്നതും വിവരിക്കുന്നു. ഇതിന് സമാനമായിട്ടുള്ള വിവരണങ്ങൾ പ്രവാചക ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ 38 മുതലുള്ള അധ്യായങ്ങളിൽ, അതുപോലെ ജോയേൽ 3, സക്കറിയ 12 മുതൽ ഉള്ള വാക്യങ്ങളിൽ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവർ ഒന്നിച്ചു കൂട്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആരാണ് അവരെയൊക്കെ ഒന്നിച്ച് കൂട്ടുന്നത്? തീർച്ചയായിട്ടും പൈശാചിക ശക്തികൾ തന്നെയാണ്. അപ്പോൾ പൈശാചിക സ്വാധീനത്തിലാണ് ഇവരെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വെളിപാടിൽ യുദ്ധം ചെയ്യാൻ വരുന്നത് തിന്മയുടെ കൂടെ നിൽക്കുന്നവരാണ് എന്ന് അറിയുക. അപ്പോൾ തിന്മയുടെ കൂടെ നിൽക്കുന്നവരാണ് യുദ്ധം ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വെളുത്ത കുതിരപ്പുറത്തിരിക്കുന്നവൻ യുദ്ധം ചെയ്യാണ്ട് പോകുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ആ യുദ്ധത്തിൻ്റെ രീതി എന്തെന്നും നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഇവിടെ യുദ്ധം ചെയ്യുവാനായിട്ട് വരുന്ന തിന്മയുടെ ശക്തികൾ, സാത്താനും മൃഗവും വ്യാജപ്രവാചകനുമൊക്കെ രാജാക്കന്മാരെ ഹാർമഗെദോണിൽ ഒരുമിച്ച് കൂട്ടുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട് 16-ാം അധ്യായത്തിൽ. അപ്പോൾ അന്ത്യദിനത്തിലെ യുദ്ധത്തിനായിട്ട് ഇവർ തന്നെയാണ് മുന്നിട്ടിറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രപഞ്ച ചരിത്രത്തെക്കുറിച്ചൊക്കെ നമ്മൾ കാണുമ്പോൾ വ്യാഖ്യാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, യുദ്ധത്തിനായിട്ട് ഇറങ്ങിപ്പുറപ്പെടുന്നത് തിന്മയുടെ ശക്തികൾ തന്നെയാണ്. അപ്പോൾ അവസാനത്തെ പോരാട്ടം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തിന്മയുടെ ശക്തികൾ അവർ പോരാട്ടത്തിന് ഇറങ്ങുന്നു. ഇനി അവർ തന്നെ നാശത്തിലേക്ക് യാത്രയാകുന്നു. അപ്പോൾ തിന്മയുടെ ശക്തികൾ സ്വയം പോരാട്ടത്തിലിറങ്ങി സ്വയം ഇല്ലായ്മ ചെയ്യപ്പെടുന്ന ആ വിവരണം നമ്മളിവിടെ കാണുന്നു. അപ്പോൾ ഇവർ യുദ്ധത്തിനായിട്ട് മുന്നിട്ടിറങ്ങുന്നെങ്കിലും ഇവർ പോകുന്നത് നാശത്തിലേക്ക് തന്നെയാണ്.
20-ാമത്തെ വാക്യത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നു. 20-ാമത്തെ വാക്യം, മൃഗം പിടിക്കപ്പെട്ടു, അതോടൊപ്പം മൃഗത്തിൻ്റെ അടയാളം സ്വീകരിക്കുകയും അതിൻ്റെ പ്രതിമയെ ആരാധിക്കുകയും ചെയ്തിരുന്നവരെ അതിൻ്റെ മുമ്പാകെ അടയാളങ്ങൾ കാണിച്ച് വഴിതെറ്റിച്ച വ്യാജപ്രവാചകനും ഇരുവരും ഗന്ധകമെരിയുന്ന അഗ്നിത്തടാകത്തിലേക്ക് ജീവനോടെ എറിയപ്പെട്ടു. ഇവിടെ തിന്മയുടെ ശക്തികൾ ഓരോന്നോരോന്നായിട്ട് ഇല്ലായ്മ ചെയ്യപ്പെടുന്ന കാര്യമാണ് അവതരിപ്പിക്കുക. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കി തൻ്റെ ജനത്തിന് ആ ദൈവരാജ്യം, ആ മിശിഹ രാജ്യം അത് യാഥാർത്ഥ്യമാക്കുവാനായിട്ട് തിന്മയുടെ ശക്തികൾക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ട് ഇറങ്ങുന്നു. അവിടുന്ന് തന്നെ വചനത്താൽ ആ തിന്മയുടെ ശക്തികൾക്കെതിരെ അവിടുന്ന് തിരിയുന്നു. അവയെ ഉന്മൂലനം ചെയ്ത് തൻ്റെ ജനത്തിന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ പുതിയ ജെറുസലം യാഥാർത്ഥ്യമാകുമെന്ന് വിവരിക്കുന്നു. ഇനി ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.